കം അവിടെ പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത്. പക്ഷേ അവിടെ ആളുകൾ ഓരോരുത്തരായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ആ ചെറിയ വീട്ടിലേക്ക് ആളുകളുടെ ഒരു വലിയ പ്രവാഹമാണ് എത്തിയത്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ്. എപ്പോഴത്തേക്കിന് സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അശ്വതി, അല്പം കൂടി വൈകിയേക്കാം ഈ ചടങ്ങുകൾ ആരംഭിക്കാൻ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മറ്റ് പാർട്ടി നേതാക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നിരവധി ആളുകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ മിഥുന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കഴിഞ്ഞ മണിക്കൂറുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി കരയാൻ കണ്ണീർ അമ്മയുടെ കണ്ണിൽ ബാക്കിയുണ്ടാകില്ല, അങ്ങനെ തോന്നിപ്പോകും. കാരണം അവശയായി ചില്ലുപേടകത്തിന്റെ മുകളിലേക്ക് തല വെച്ചുകൊണ്ട് തന്റെ പൊന്നുമകന്റെ ചേതനയറ്റ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ മിഥുന്റെ അമ്മയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. കാരണം അത്ര നിസ്സഹായമായി ഈ ഒരു വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഉള്ളിലെയ്യുന്ന വേദനയുമായി ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഉറ്റ ബന്ധുക്കളൊന്നും അടുത്തില്ലാതെ ഏറെ വേദനയോടെ ഇന്ന് രാവിലെയാണ് കൊച്ചിയിലവർ വിമാനമിറങ്ങിയത്. അവിടെ നിന്ന് ഉറ്റ ബന്ധുക്കൾ ചേർന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്താണ് ഉച്ചയോടെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പോലും ആവുന്നില്ല. കാരണം മകനെ ഫോണിൽ വിളിച്ച് തൊട്ട് തലേ ദിവസം വരെ വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ കേൾക്കേണ്ടി വന്നത് തന്റെ മകൻ ഇനിയില്ല എന്നൊരു കാര്യമാണ്. ഒരു അമ്മയ്ക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രമാത്രം വേദന നിറഞ്ഞ ഒരു അതിദാരുണമായ സംഭവം കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുടുംബത്തിന്റെ തീരാ നോവായി മിഥുൻ മാറുകയായിരുന്നു. ആ നൊമ്പരം പിന്നീടങ്ങ് കേരളം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് കേരളത്തിലെ ഓരോ വീട്ടമ്മമാരുടെയും നൊമ്പരമായി മിഥുൻ എന്ന 13 വയസ്സുകാരൻ, ഓരോ വീട്ടിലെയും ഒരു കുടുംബാംഗമായി മിഥുൻ മാറുകയായിരുന്നു. ആ മിഥുന് ഒരു നാടിങ്ങനെ അറിഞ്ഞുകൊണ്ട് വിട ചൊല്ലുകയാണ്. ഇപ്പോൾ പ്രകൃതി ഒരു തരത്തിൽ ശാന്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചടങ്ങുകൾ പറഞ്ഞ ക്രമത്തിനനുസരിച്ച് 4 മണിക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 5 മണിക്ക് മുമ്പ് ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു നേരത്തെ ബന്ധുക്കൾ പറഞ്ഞത്. ഈ ശവദാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ വീടിന്റെ ഒരു വശത്തായി അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തിരക്കൊന്ന് നിയന്ത്രണ വിധേയമായാൽ ഉടൻ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകളൊക്കെ ആരംഭിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളൊക്കെ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലുള്ള സമൂഹത്തിന്റെ നാനാ തലങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതല്ല, ഈ കുടുംബത്തെ ഒപ്പം ചേർത്ത് നിർത്തുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം. അതിനുശേഷമാണ് മറ്റ് നടപടികളൊക്കെ. ഏതായാലും ഈ നാട് മുഴുവൻ, ഈ തേവരക്കര എന്ന ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തിയിരിക്കുകയാണ് ഈ മിഥുന്റെ കൊച്ചു വീട്ടിലേക്ക്. ഒരു വീടെന്ന് പറഞ്ഞാൽ അതിദയനീയമായ കാഴ്ചയാണ് ഈ വീട്ടിൽ. ഒരു 2 മുറികൾ മാത്രമുള്ള, പൂർണ്ണമായി മുഴുവനായിട്ടൊന്ന് തേക്കാൻ പോലും കഴിയാത്ത അങ്ങനെ ഒരു താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന എന്ന് തോന്നിപ്പോവും. കാരണം അത്രമാത്രം ദാരുണമായ ഒരു സാഹചര്യത്തിലാണ്, ദയനീയമായ സാഹചര്യത്തിലാണ് ദുരിതം പേറിയ ഒരു ജീവിതം മിഥുനും കുടുംബവും ഇവിടെ നയിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ഒന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മിഥുന്റെ അമ്മ ഒരുപാട് പ്രതീക്ഷകളോടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയത്. പക്ഷേ ആ അമ്മയെ ഏറെ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖവുമായി യാത്രയാക്കിയ മിഥുനെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചേതനയത്തെ അവസാനമായി കാണേണ്ടി വന്ന ഒരു അമ്മയുടെ നൊമ്പരം, അത് ആർക്കും വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. ആ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഈ വീടിന് ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ. ഒരു നാട് ഒന്നടങ്കം വേദനയോടെ അയപ്പ് നൽകുകയാണ് മിഥുന്. ഇതിൻ്റെ വസതിയിൽ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്.
മിഥുൻ്റെ അമ്മ സുജ ഇന്ന് രാവിലെയാണ് നാട്ടിൽ തിരികെ എത്തിയത്. അല്പസമയത്തിനകം മതപരമായ ചടങ്ങുകളോടുകൂടിയാണ് മൃതദേഹം സംസ്കരിക്കുക. നാടൊന്നാകെ കണ്ണീർ കടലായി മാറുന്ന സാഹചര്യം, ശോകമൂകമാകുന്ന നിമിഷങ്ങൾ. അവിടെ സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നിടത്ത് ഉൾപ്പെടെ വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. പലരും മിഥുനെ ഒരു നോക്ക് കാണാൻ എത്തിയവരാണ്. പക്ഷേ അവർ ആ സങ്കടക്കാഴ്ച താങ്ങാനാകാതെ ആ വസതിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. മിഥുൻ്റെ കുടുംബത്തിനോടൊപ്പം മിഥുൻ്റെ അച്ഛനോടും അമ്മയോടും സഹോദരനോടുമൊപ്പം ആ സങ്കടത്തിൽ പങ്കാളികളാവുകയാണ് ഒരു നാട് ഒന്നടങ്കം. നാടിന് പ്രിയപ്പെട്ടവനായിരുന്നു, സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ഈ അധ്യയന വർഷം ആണ് മിഥുൻ പുതിയ സ്കൂളിലേക്ക് പോയത്. അവിടെയും നിറയെ കൂട്ടുകാരുണ്ടായിരുന്നു മിഥുന്. കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും വളർന്ന മിഥുൻ അപ്രതീക്ഷിതമായ യാത്രയാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയൊരിക്കലും മടങ്ങി വരാത്ത ഒരു യാത്ര. സ്കൂളിലേക്ക് ഇനി മിഥുൻ ഉണ്ടാകില്ല. വ്യാഴാഴ്ച രാവിലെ ഇതേ വീട്ടിൽ നിന്നാണ് മിഥുൻ ആ സ്കൂളിലേക്ക് പുറപ്പെട്ടത്. വൈകിട്ട് മകൻ തിരികെ എത്തുന്നത് കാത്തു നിൽക്കുന്ന മുത്തശ്ശിക്ക് പക്ഷേ മിഥുൻ്റെ വിയോഗ വാർത്തയാണ് അറിയാൻ സാധിച്ചത്. ആ കുടുംബം ഒന്നടങ്കം തകർന്നുപോയ സാഹചര്യം ആയിരുന്നു. അമ്മ വിദേശത്തായിരുന്നു. അമ്മ ജോലി ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോയി വീട്ടുജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. അവർ ആ കുടുംബത്തിൻ്റെ ഒപ്പം തുർക്കിയിലേക്ക് പോയിരുന്നു. തുർക്കിയിൽ വെച്ചാണ് ഈ ഒരു അപകട വിവരം സുജ അറിയുന്നത്. അങ്ങനെ ഇന്ന് രാവിലെയാണ് സുജയ്ക്ക് തിരികെ എത്താൻ സാധിച്ചത്. അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു സുജയുടേത്. പ്രത്യേകിച്ച് മകനു വേണ്ടി, മകനെ നന്നായി വളർത്താൻ പഠിപ്പിക്കാനൊക്കെ വിദേശത്തേക്ക് പോയ ആ അമ്മയ്ക്ക് മകൻ്റെ വിയോഗം താങ്ങാനാകുന്ന ഒന്നല്ല. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് മിഥുൻ എന്ന ആ മിടുക്കനായ വിദ്യാർത്ഥിയെ അവർ വളർത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ അപാകതയിൽ പൊലിഞ്ഞു പോകും പാതിയിൽ ഈ ജീവൻ എന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല വീടവർ സ്വപ്നം കണ്ടിരുന്നു, സ്വന്തമായി ഭൂമി സ്വപ്നം കണ്ടിരുന്നു, വലിയ ബാധ്യത ബാങ്കിൽ ഉൾപ്പെടെയുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ നിന്നൊക്കെ കരകയറുന്നതിന് വേണ്ടിയാണ് ആ അമ്മ വിദേശത്ത് ജോലിക്ക് പോയത്, ഒപ്പം മക്കളെ നന്നായി പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടി. പക്ഷേ മിഥുൻ യാത്രയാകുന്നു. പാതി വഴിയിൽ ആ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുന്നു. മിഥുൻ്റെ അനുജനെ, ഇളയ മകനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയുടെ കാഴ്ച തീർച്ചയായും മലയാളികളുടെ ഉള്ളുലയ്ക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു നാടിൻ്റെ മാത്രമല്ല, വിളന്തറ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ മാത്രം അല്ല, നമ്മുടെ ഒന്നാകെ ഓരോ മലയാളിയുടെയും നൊമ്പരമായി മാറുന്നു മിഥുൻ എന്നതാണ്. നേരത്തെ മിഥുൻ്റെ ഭൗതിക ശരീരം സ്കൂളിൽ അപകടമുണ്ടായ അതേ സ്കൂളിൽ തന്നെ, തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ ആണ് ഒഴുകി എത്തിയത്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തേവലക്കര സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിനെ അനുഗമിച്ചതും നൂറുകണക്കിന് ആളുകളായിരുന്നു. ആശുപത്രിയിലും നൂറുകണക്കിന് ആളുകൾ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരുന്നു. അവിടെ നിന്ന് പിന്നീട് വളരെ സാവധാനം മാത്രമാണ് ആംബുലൻസിന് തേവലക്കര സ്കൂളിലേക്ക് പുറപ്പെടാൻ സാധിച്ചത്. അപ്പോഴേക്കും സ്കൂൾ ജനസാഗരമായി മാറിയിരുന്നു. പല പ്രദേശത്ത് നിന്നുള്ള ആളുകൾ, മിഥുനെ നേരിട്ട് പരിചയം ഉള്ളവർ, മിഥുൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, മിഥുനുമായി ഒരു പരിചയവുമില്ലാതെ ഈ വാർത്ത പുറത്തറിഞ്ഞതിന് ശേഷം എത്തിയവർ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ തേവലക്കര സ്കൂളിൽ മിഥുനെ അന്ത്യയാത്ര ഒരുക്കി. അവിടെ നിന്ന് വേദനാജനകമായ കാഴ്ചയായിരുന്നു നേരത്തെ പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച്